ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിവിടെ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാ മാങ്ങയുടെയും താഴ്ഭാഗം ചെത്തിക്കളയണം. ഇനി നമ്മൾ മാങ്ങയെല്ലാം നല്ലതുപോലെ കഴുകി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈർപ്പം നനവെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാകും. നമ്മളിവിടെ മാങ്ങയെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കടുക്, വെളുത്തുള്ളി, അതേപോലെ വറ്റൽമുളക് എന്നിവ ചേർത്തൊന്ന് ഇളക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചൂടിൽ മുളക് പൊടി ഇടരുത്, മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന് വരുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതേപോലെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കേടാകാതെ തന്നെ വെളിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കേടാകത്തതുമില്ല. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലായിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അതുപോലെ നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ചാറാക്കാവുന്നതാണ്. ഇത് എല്ലാം കൂടി എടുക്കരുത്, കാരണം വെള്ളം നനവുണ്ടെങ്കിൽ എല്ലാം കൂടി ചീത്തയാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ചാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.